വന്ന് നോക്കിയപ്പം റൂം ഓപ്പൺ ആണ്. ഇവിടുന്ന് എന്നെ ഉള്ളോട്ട് കയറാൻ സമ്മതിച്ചിട്ടില്ല. പുറത്ത് മെയിൻ ഞാനില്ല. ഷാഫിയുടെ മണ്ണിൽ ആരും അറിയാതെ ഇന്ന് EVM പൊട്ടിച്ചു. അതെ, പേരാമ്പ്രയിലാണ് സംഭവം. ഒരറിയിപ്പും കൂടാതെ ഉദ്യോഗസ്ഥർ തോന്നിയ വഴിക്കാണ് സ്ട്രോങ് റൂം തുറന്നത്. എന്നാലോ ഡയറി പരിശോധിക്കാനാണ്, ചില കണക്കെടുപ്പ് നടത്താനാണ് തുടങ്ങിയ വിചിത്രവാദങ്ങളാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അവിടെയാണ് രായ്ക്ക് രായ്മാനും പെൺപുലിയായ ഫാത്തിമ തഹ്ലിയ എന്ന പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി തന്റെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് സ്ട്രോങ് റൂമിലേക്ക് എത്തിയത്. പിന്നീട് കണ്ടത് പൊടി പൂരമാണ്. ആ രംഗങ്ങൾ നമുക്കൊന്ന് കാണാം. ഞാൻ പറഞ്ഞു അകത്തേക്ക് പ്രവേശനം ഉണ്ടല്ലോ, എന്തുകൊണ്ട് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു പോയതാ. ഇന്ന് വന്നപ്പോഴും അതേപോലെ തന്നെ 2 or 3 തവണ ഇവിടെ തടഞ്ഞു. ഇന്ന് രാവിലെ ഒരു 8 o'clock ശേഷമാണ് എനിക്കൊരു കോൾ വരുന്നത്. ഇങ്ങനെ അത് എന്നെ ഡയറക്റ്റ് വിളിച്ചതല്ല. പിന്നെ അവരുടെ മെറ്റീരിയൽ റൂം ഓപ്പൺ ചെയ്യുന്നുണ്ട്, അപ്പം 9 മണിയാകുമ്പം ഞങ്ങൾ ഓപ്പൺ ചെയ്യും, അപ്പോഴേക്ക് എത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ അവർ വിളിച്ച് പറയുന്നു, എൻ്റെ ഏജൻ്റായിട്ടുള്ള ആൾ എന്നെ വിളിച്ച് പറയുകയാണ്, പിന്നെ ഇത് ഇങ്ങനെ തുറക്കാൻ പോകുന്നുണ്ട് ഇൻറ്റിമേഷൻ. അപ്പം ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾക്ക് ഇൻഫോർമേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ ROനെ വിളിച്ചു കാര്യം പറഞ്ഞു. പ്രോപ്പർ നോട്ടീസ് ഇല്ലാതെ ഒരു കാര്യവും, ഇപ്പോൾ ഇതിനിടയിലൊക്കെ പലതവണ വിളിക്കുമ്പോഴൊന്നും ഒരു മെയിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നോട്ടീസ് ഇല്ലാതെയാണ് വിളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത്തരത്തിലുള്ള യാതൊരു മൂവ്മെൻറ്റ്, ഒരു റൂമും ഞങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെ നിങ്ങൾ തുറക്കാൻ പറ്റില്ല, പ്രോപ്പർ നോട്ടീസ് ഇല്ലാതെ തുറക്കാൻ പറ്റില്ല എന്നുള്ളത് തീർത്ത് പറഞ്ഞു. മെയിൽ അയക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്തുകൊണ്ട് തുറക്കണം, അതിൻ്റെ റീസൺ എന്താണ് എന്നുള്ളത് ബോധ്യപ്പെട്ടാൽ അതിനനുസരിച്ചിട്ട് ഞങ്ങൾ മൂവ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ 11 മണിയാവുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരു മെയിൽ പിന്നെ അവർ ഫോർവേഡ് ചെയ്ത്. ആ സമയത്ത് ഇവിടെ ഓൾറെഡി ഇത് ഓപ്പൺ ചെയ്തു എന്നുള്ളത് കണ്ടിട്ടാണ് എനിക്കിന്ന് കോഴിക്കോട് യൂത്ത് ലീഗ് ഓഫീസ് പോകുന്ന വഴിയിൽ തിരിച്ചിങ്ങോട്ട് വരുന്നത്. കോൾ വരുന്നതിനനുസരിച്ച് ഇങ്ങോട്ട് എത്തിയത്. വന്ന് നോക്കിയപ്പം റൂം ഓപ്പൺ ആണ്. ഇവിടുന്ന് എന്നെ ഉള്ളോട്ട് കയറാൻ സമ്മതിച്ചിട്ടില്ല. പുറത്ത് മെയിൻ ഞാനില്ല. എൻ്റെ ഏജൻറ്റ് എത്തിയപ്പോൾ അവരത് പിന്നെ ഓൾറെഡി ഇത് ഓപ്പൺ ചെയ്യാനുള്ള പൂർണ്ണ തീരുമാനമായിട്ട് നിൽക്കുകയാണ്, ഇത് ഓപ്പൺ ചെയ്യും എന്നുള്ള അർത്ഥത്തിൽ. അപ്പോഴാണ് ഏജൻറ്റ് വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. എന്നോട് പറയുന്നു പിന്നെ ഇവിടെ ഇങ്ങനെ ഓപ്പൺ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുന്നു. തുറക്കുമ്പോൾ ഏജന്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ എത്തിയ സമയത്ത് ഓൾറെഡി ഇതൊക്കെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനി തുറന്നാൽ മതി എന്നുള്ള സമയത്താണ് ഓടി വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. പുറത്ത് നിന്ന് ഞാൻ ഉള്ളിലേക്ക് ആസ് എ കാൻഡിഡേറ്റ് എനിക്ക് പോകണം എന്ന് പറഞ്ഞ സമയത്ത് എന്നോട് പറ്റില്ല എന്ന് പറഞ്ഞു. സെർവർ റൂമിൽ പോകാൻ പറഞ്ഞു. സെർവർ റൂം എന്ന് പറഞ്ഞു പറ്റില്ല, കാൻഡിഡേറ്റ് നിങ്ങളൊരാൾ അവിടെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ കാൻഡിഡേറ്റ് ആണ്, എനിക്ക് ഉള്ളോട്ട് പോകണം. അങ്ങനെ ഇവിടെയുള്ള മറ്റൊരു ഓഫീസർ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് അന്വേഷിക്കണം പോകാൻ പറ്റുമോ എന്നുള്ളത്. പിന്നെ ആരോ വിളിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് പോകാൻ പറ്റില്ല, എനിക്ക് റൂൾ പറഞ്ഞു തരും, എന്തുകൊണ്ട് കാൻഡിഡേറ്റിന് നിങ്ങൾ ഓൾറെഡി അവിടെ ഒരു പ്രോസസ്സ് നടക്കുമ്പം ഉള്ളിലേക്ക് എന്തുകൊണ്ട് പോകാൻ പറ്റില്ല, എനിക്ക് പെർമിഷൻ എന്തുകൊണ്ട് നിങ്ങൾ റദ്ദാക്കുന്നു എന്നുള്ളത് അറിയണം എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് എന്നോട് ഓക്കെ പോയിക്കോളൂ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ പല ഭാഗത്തു നിന്ന് ആളുകൾ പിന്നെ ഒരു വളരെ എന്താ പറയുക ലാഘവത്തോടെയാണ് ഇതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ പോകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അവിടെ ഇതിന് രേഖാമൂലം അറിയിച്ചിട്ട് അതായത് ഞാൻ പറയുന്നത് ചീഫ് ഏജന്റ് അല്ല, ഞാൻ ഒരാളെ പറഞ്ഞയച്ചതാണ്. ഇവിടെ ഇങ്ങനെ ഇവർ തുറന്ന് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാന്ന് പറയുമ്പം എൻ്റെയോ അല്ലെങ്കിൽ എൻ്റെ മറ്റൊരു പ്രതിനിധിയോ ഇവിടെ ഇല്ല. അപ്പം ഒരാളെ ഇമ്മീഡിയറ്റ്ലി ഒന്ന് ഇവിടേക്ക് വരണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ ആൾ ഇവിടെ എത്തിയത്. ROനെ ഞാൻ നേരത്തെ ഫോണിലൂടെ വിളിച്ച് പറഞ്ഞതാണ്, ഞങ്ങളെ സമ്മതമില്ലാതെ ഞങ്ങളുടെ പ്രസൻസ് ഇല്ലാതെ നിങ്ങൾ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ഇത് നിങ്ങൾക്കറിയാം സ്ട്രോങ് റൂമാണ്. ഈ സ്ട്രോങ് റൂമിൻ്റെ പരിസരത്ത് ഇതിന് മുമ്പ് ഞാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് സ്ക്രീൻ കാണാം, ഇതിനകത്തേക്ക് പ്രവേശനമില്ല എന്നാണ്. ഞാൻ പറഞ്ഞു അകത്തേക്ക് പ്രവേശനം ഉണ്ടല്ലോ, എന്തുകൊണ്ട് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു പോയതാണ്. ഇന്ന് വന്നപ്പോഴും അതേപോലെ തന്നെ 2 or 3 തവണ ഇവിടെ തടഞ്ഞു. അല്ല എനിക്ക് ഒരു വിശദീകരണവും ഇല്ല. മെയിൽ ഇവിടെ മെയിലില് ഇല്ല ചീഫ് ഏജന്റിനെ അറിയിച്ചിട്ടില്ല. ചീഫ് ഏജന്റിനോടോ എന്നോടോ അറിയിച്ചിട്ടില്ല. മെയിലിൽ അതായത് ഇവിടെ ഓപ്പൺ ചെയ്തു എന്ന് പിന്നെ അവർ എല്ലാം അതിനകത്ത് എത്തി എന്ന് പറഞ്ഞ സമയത്ത് ഇവിടെ കാറ് ക്ലോസ് ചെയ്യുന്ന സമയത്താണ്, ഓഫ് ചെയ്യുന്ന സമയത്താണ് മെയിൽ വരുന്നത്. ഇവിടെ എത്തിയ സമയത്ത് തുറക്കാൻ പോവാണ് എന്നുള്ളത് ഓൾറെഡി തീരുമാനം എടുത്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വേണേ വരാം അല്ലെങ്കിൽ വരണ്ട എന്നുള്ള അർത്ഥത്തിലാണ് പിന്നെ ആ ഒരു മെയിൽ ഫോർ വെരിഫിക്കേഷൻ അത്ര മാത്രം. ഇല്ല തുറന്ന റൂമിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുള്ളത് സ്ട്രോങ് റൂം എന്നാ. നിങ്ങൾ അതാണ് ശ്രദ്ധിക്കുന്നത്. അകത്ത് ഇവര് സ്ട്രോങ് റൂം നമ്പർ 5 അകത്ത് അവർ പറയും ഒരു പിന്നെ അവരുടെ ഫോം 17 വെരിഫിക്കേഷൻ ആണെന്ന് പറയുന്നുണ്ട്. അതിൽ മെയിൽ ഫീമെയിൽ വെരിഫിക്കേഷൻ ആണ്. ഒരാൾ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തുകൊണ്ട് മറ്റൊരാൾ വായിക്കുന്നുണ്ട്. മെയിൽ ഫീമെയിൽ ഓവർസീസ് നമ്പേഴ്സ് ഇവരിങ്ങനെ വായിക്കുന്നുണ്ട്. അത് വെരിഫൈ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് നേരം ഞാൻ പറഞ്ഞു, ഞാൻ എത്തിയതിന് ശേഷം അവരവിടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഓഫീസേഴ്സ് വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പം ലീഡേഴ്സ് വന്നിട്ട്
ദുരൂഹത. കാരണം സ്ട്രോങ് റൂം പരിസരത്താണോ ഒരു പോൾ ചെയ്ത വോട്ടിന്റെ മെയിൽ വോട്ട്, ഫീമെയിൽ വോട്ട്, പ്രവാസി വോട്ടുകളൊക്കെ പരിശോധിക്കുന്നത്? ഇലക്ഷൻ ചരിത്രത്തിൽ ആദ്യമായി ഇതാ എത്രയോ തവണ മത്സരം ജയിച്ച ആളാണ് രാഘവൻ ഉടിക്കുന്നുണ്ട്. ഒരു തവണ പോലും ഇതിന്റെ ഏരിയയിൽ മെറ്റീരിയൽ റൂം വെച്ചിട്ടില്ല, മെറ്റീരിയൽ റൂം തുറന്നിട്ടില്ല. മാത്രമല്ല പോളിംഗ് കഴിഞ്ഞ് സ്ട്രോങ് റൂമിൽ ബാലറ്റ് പെട്ടി വെച്ച് എല്ലാ ഏജന്റുമാരും ഒപ്പിട്ടതിന് ശേഷം എന്ത് വെരിഫിക്കേഷൻ? ഇത് പേരാമ്പ്ര ആറോയുടെ അട്ടിമറി ശ്രമമാണ്. ഇതെല്ലാം എടുത്തുകൊണ്ട് സംശയിക്കുന്നു. ഞങ്ങൾ കലക്ടറെ കണ്ടിട്ട് ഇത് ഗൗരവമായി അവതരിപ്പിക്കാൻ പോവുകയാണ്. ഏതായാലും അട്ടിമറിക്കുള്ള ശ്രമം ആരംഭിച്ചു എന്നുള്ള കാര്യത്തോട് തർക്കമില്ല.